നമുക്ക് ആനയെ വണ്ടി കയറുന്ന എങ്ങനെയാ നോക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി, ആനയെ കയറ്റാൻ വേണ്ടിയുള്ള വണ്ടി. സോ ഗൈസ്, ആനയെ കയറ്റുന്നതിൻ്റെ കൂടെ നിങ്ങളും ഉണ്ടായിരിക്കണം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ആനടുത്ത് പറയുകയാണ് പതുക്കെ കയറാൻ വേണ്ടി. നമുക്ക് നോക്കാം ആനയുടെ നെറ്റിപ്പട്ട എങ്ങനെയാണ് അവർ റിമൂവ് ചെയ്യുന്നത്. മേളം ഉടൻ തന്നെ ഈ വേദിയിൽ നടക്കുന്നതാണ്. അവരുടെ കഴിവുകൾ അവരുടെ താളത്തിനനുസരിച്ച് ആവശ്യമായ പ്രോത്സാഹനങ്ങൾ ചെയ്തു കൊടുക്കണം. ഇത് മാങ്ങ, ഇതെന്തത് പച്ചമാങ്ങയുടെ സംഭവം? ഇഞ്ചി. ഇത് മാങ്ങ, ഇത് മിന്റ്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഐസ് ഇട്ടിട്ടുണ്ടല്ലേ? അത് ആകാശത്തൂരെ പോകുന്നുണ്ട്. ക്യാമറയ്ക്ക് പോയി കിട്ടുന്ന പോലുമില്ല. ഗ്ലാസ് എവിടെയാണ്? ലാസ്റ്റ് ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരും അത് ഇളക്കാൻ വേണ്ടി. തണുക്കാൻ വേണ്ടി കുറച്ച് കുലുക്കി പിടിക്കാം. കുലുക്കി തക്കത്തൈ. സോ കുലുക്കി സർബത്ത് കുടിച്ച് നമ്മുടെ ശരീരം തണുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ബജിയും ഇതൊക്കെ കഴിച്ച് നമുക്ക് ശരീരം കുറച്ചുകൂടെ ചൂടാക്കാം. സ്പൈസി ചട്നിയാണ് ഇത്. ഞങ്ങൾ വാഴക്കാപ്പം എന്ന് പറയുന്നത്, നിങ്ങൾ പഴംപൊരി എന്നൊക്കെ പറയുമായിരിക്കും പല സ്ഥലങ്ങളിലും. ഇതും ബീഫ് കറിയായിട്ട് കഴിക്കും. ഒരു സ്ഥലമുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നെക്സ്റ്റ് വ്ളോഗിൽ. ഇവിടെ മുളക് ബജി ഇടുന്ന കാണാൻ ഭയങ്കര രസമുണ്ട്. കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം ഊറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇത്? കുറച്ച് ഈ കുരുമുളക് ചുക്കൊക്കെ കരിപ്പെട്ടിയിൽ ചേർക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഗുണകരമായി ഭവിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഓ, ബ്യൂട്ടിഫുൾ. എത്ര രൂപയാണത്? ന്യൂ ടെക്നോളജി LED സിസ്റ്റമാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഈ സംഭവം ഇല്ലായിരുന്നു. ആ സൈഡിൽ ഫുൾ ആനകളുടെ മേളിൽ ശിവലിംഗമാണ്. ലൈറ്റും ഉണ്ട്. ഓരോ വർഷം കൂടി ചെല്ലുമ്പോഴത്തേക്ക് വെറൈറ്റി കൈൻഡ് ഓഫ് ഇതാണ് വരുന്നത് കുടമാറ്റത്തിൽ. ഞാൻ നേരിട്ട് കണ്ടാണ് ഈ പ്രാവശ്യം വേറൊരു അമ്പലത്തിൽ ഉത്സവത്തിന് ആന ഇടഞ്ഞത്. കുറച്ച് സ്കെയറിയാണ്. എന്തായാലും ഈ പ്രാവശ്യത്തെ പൂരം കിഴക്കിയിട്ടുണ്ട്. അടുത്ത വർഷം തൊട്ട് എല്ലാ മതക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പൂരമായിരിക്കും എന്ന നേരത്തെ അനൗൺസ്മെന്റിൽ ഞാൻ കേട്ടത്. പോലീസുകാർ നമ്മളെ ആലോചിക്കത്തില്ല ഇതിന് അടുത്ത് പോകാൻ വേണ്ടി. ഓ, അണ്ണ ആകാശത്തോട്ട് വെടി വെക്കുന്നത് ഭയങ്കര പ്രശ്നം. എന്താണെന്നറിയത്തില്ല, നമുക്ക് നോക്കാം. ഓ, ഇതിന്റെ പണ്ട് ഞാൻ കളിച്ചിട്ടുണ്ട്. കൊച്ചുപ്രായത്തിൽ ഞാൻ കളിച്ചിട്ടുണ്ട് ഈ സെയിം സാധനം. വാവ്, നിങ്ങൾ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. പണ്ട് ഇതിന് 10 രൂപയായിരുന്നു, ഇപ്പം 60 രൂപ ആയിട്ടുണ്ട്. പണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടില്ല വെടി വെട്ടിക്കില്ലേ സിനിമയിലൊക്കെ? നിങ്ങൾ ഒളിച്ചിരുന്നിട്ടൊക്കെ വെടി പിടിച്ച് കളിക്കായിരുന്നു. ഇതിനെത്ര രൂപയാ? ഇതിന്റെ കൂടെ ഒരു പാക്കറ്റ് ഉണ്ടാണോ? പിന്നെ 20 രൂപ. കുരുമുളക്, മുളക് പൊടി, ഉപ്പ്, സോസ്. എന്ത് ടൊമാറ്റോ സോസ് ആണോ? ചില്ലി സോസ് ഉപയോഗിക്കണം കേട്ടോ, കുറച്ചുകൂടെ രസമായിരിക്കും. ഈ സംഭവം ഞാൻ മേടിച്ചിട്ടുണ്ട്. ശരിക്കും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മണമാണ്. പക്ഷേ കഴിക്കാൻ ആ മണത്തിന് അത്ര ഒരു പഞ്ച് കിട്ടത്തില്ല. എന്താണെന്നറിയത്തില്ല. എത്ര പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ പല സ്ഥലത്തുനിന്ന്, എനിക്ക് ആ സെയിം അനുഭവം വന്നിട്ടുള്ളത്. ശരിക്കും ഫോക്കസ് വരുന്നത് മണത്തിനകത്താണ്. ഇറച്ചി മസാലയാണോ അത്? ആ, അപ്പൊ ഇതിന് അടിയിൽ നിന്ന് ഹോൾ ഇട്ടിട്ടുണ്ടല്ലേ ആവി വരാൻ വേണ്ടി? വെള്ളം ഉണ്ടോ അടിയിൽ? വെള്ളം പാത്രത്തിൽ വെച്ച് സ്റ്റവ് വെച്ച് ചൂടാക്കും. ആവി ഇതിന്റെ പുറത്തൂടെ ഹോളിൽ കൂടെ. ശരിക്കും ഭയങ്കര മണമാണ് വരുന്നത്. ഈ സംഭവം ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റെൻസിൽ എന്നതിന് പറയുന്നത്. കുറെ വരച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മടുത്തു പോകും. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും ഇതിനെ പറ്റി. ഏതെടുത്താലും 10 രൂപ. എക്സൈറ്റിംഗ് സ്ഥലമാണിത്. മുറുക്കുണ്ട്, ഉണ്ടുണ്ട്, പൊരി. മിക്സ് അലുവ അല്ലേ? എന്റെ കുട്ടിക്കാലത്ത് തൊട്ട് എനിക്ക് ഓർമ്മയുള്ള സംഭവമാണ്. ഏതൊരു ഉത്സവത്തിന് പോയാലും ഇത് മേടിക്കാറുണ്ട്. ഈ പൂരത്തിൽ ഇന്നത്തെ ഏറ്റവും ഹിറ്റായിട്ടുള്ള സംഭവം കുലുക്കി സർബത്താണ്. കാരണം ആൾക്കാർ കുഴഞ്ഞിരിക്കുകയാണ്, ചൂട് ഭയങ്കരമുണ്ട്. ശരിക്കും അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ഈ കുപ്പിവെള്ളമാണ്. കുപ്പിവെള്ളം ചിലവായി കഴിഞ്ഞിട്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ പോക്കറ്റിലുണ്ട് ഒരു കുപ്പിവെള്ളം. ശരിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്ഥലം ഫുള്ള് കുപ്പികളായിരിക്കും. പ്ലാസ്റ്റിക് കൊണ്ടൊരു അഭിഷേകമായിരിക്കും പൂരം കഴിയുമ്പോഴത്തേക്ക്. അത്രയ്ക്ക് പൊല്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കുപ്പികൾ തറ കിടക്കുന്നുണ്ടല്ലേ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇത് കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കാനായിട്ടുള്ളൊരു സംവിധാനം വേണം, ഒരു സ്ഥലം വേണം. നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവർ നമുക്ക് പൈസ തരണം, അങ്ങനത്തെ എന്തെങ്കിലും വേണം. ഇത് വേറെ രാജ്യത്തൊക്കെ ഉണ്ട്, ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് വീഡിയോസ്. ഫ്രിഡ്ജിനകത്ത് എന്തോ ഉള്ളത്?
അതിനകത്ത് എന്തായിരിക്കും? ആ സ്റ്റോറേജ്. ഇതേ കുറെ ഹെൽമെറ്റ് കിടപ്പുണ്ട്. ഹെൽമെറ്റിന്റെ ജ്യൂസ് ഇവിടെ അടിച്ചിട്ടുണ്ട്. പിന്നെയുണ്ട് നല്ല തണുപ്പുണ്ട്. ചിലങ്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എനിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്ന പൈസ എന്ന് വിചാരിച്ചു. ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു ആദ്യമേ. പുള്ളിക്കാരൻ ഡാൻസ് ഒക്കെ ചെയ്തു. സൂപ്പർ ഡാൻസ് കൊള്ളായിരുന്നു. എന്താ ചോര? എന്താ ചോര? എന്താ ചോര? എന്താ? തരാം, പൈസ തരാം. ആനയെ ലോക്ക് ചെയ്യും. ആന ബാലൻസ് വെക്കാതിരിക്കാൻ വേണ്ടി ആനയെ ലോക്ക് ചെയ്യും. 4 സൈഡിലും ക്ലാമ്പ് ഇട്ട് ലോക്ക് ചെയ്യും. എന്നെ നോക്കുന്നുണ്ട്. നമുക്ക് ആനയെ വണ്ടി കയറുന്നത് എങ്ങനെ നോക്കാം. ആനയുടെ ദേഹത്തുള്ള ചങ്ങല ഫുള്ള് ഊരി. കഴുത്തിൽ ഒരു ലോക്കറ്റ് ഉള്ള സംഭവമുണ്ട് ആനയുടെ പേര് ചെയ്തിരിക്കുന്നത്. അതും റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു സ്റ്റാൻഡുള്ള സാധനം ഇട്ട് ആനയുടെ അടുത്ത് പറയുകയാണ് പതുക്കെ കയറാൻ വേണ്ടി. ഓ, ഒരു കാലെടുത്ത് വെച്ചു. ഓ മൈ ഗോഡ്, ഭയങ്കര പാടാണ്. പക്ഷെ ആന കയറി. അമേസിങ് എന്ന് പറയാം. അത് ആനയെ പിടിച്ച് കെട്ടി സെക്യൂർ ചെയ്യാണ് ആന ബാലൻസ് തെറ്റാതിരിക്കാൻ വേണ്ടി. ആ പോയ ആന ഉണ്ടല്ലോ, കരിമ്പ് കണ്ടപ്പോഴത്തേക്ക്, ഈ ചേട്ടൻ്റെ ഇരിക്കുന്ന കരിമ്പ് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു നോട്ടം. ഇപ്പൊ ആനകളെല്ലാം അങ്ങോട്ട് പോകണം, നമുക്ക് ഫോളോ ചെയ്യാം. ആന ഈ ലൈറ്റിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അതിന്റെ ഔട്ട്ലൈൻ കാണാം നമുക്ക്. ഓരോ ആനയുടെ ഷേപ്പും ഡിഫറെന്റ് ആണ്. ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹെവി റിസ്ക് ആണ്. ആന എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പണി പാളി. ആന എത്ര ഡേഞ്ചറസ് ആണെങ്കിലും ശരി, ആന നടന്നു എന്ന് കാണാൻ ഭയങ്കര രസമാണ്. കൂടമാറ്റം കഴിഞ്ഞ് കുടകളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ആനയെ ഭയങ്കര പേടിയാണ്, പക്ഷേ ആനയെ കാണാനും ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എൻ്റെ പ്രശ്നം. ബ്യൂട്ടിഫുൾ ജീവിയാണ്. കുട്ടിക്കാലം മുതലുള്ള കൗതുകമാണ് ആന. സോ ഗൈസ്, പൂരവും കഴിഞ്ഞ് ഞാനും വീട്ടിൽ പോവാണ്, ആനകളും വീട്ടിൽ പോവാണ്. താങ്ക് യു സോ മച്ച്.